Dear friends, good morning everybody. 10th ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 1 മുതൽ 4 വരെ പാരഗ്രാഫ് അടങ്ങിയിട്ടുള്ള ഭാഗങ്ങളെ ഒരു മലയാള വിശദീകരണത്തോടു കൂടി നിങ്ങൾക്ക് നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ്, ഇംഗ്ലീഷ് ടെക്സ്റ്റ്, ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് യൂണിറ്റ്, പേജ് നമ്പർ 40. All of you open your text, page number 40. Second unit, the main topic, the frames. The frames means it is related to film. ഫിലിമുമായി ബന്ധപ്പെട്ടതാണ്, സിനിമയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മുടെ ഈ ഫ്രെയിം എന്ന് പറയുന്ന ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഇവിടെ വി ഹാവ് ടു ലേൺ 2 പ്രോസസ്, 2 പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. അതിലൊന്ന് പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രസിദ്ധനായിട്ടുള്ള ഇന്ത്യൻ ഫിലിം മേക്കർ സത്യജിത് റായ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ്. മെമ്മയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്, അദ്ദേഹത്തിൻ്റെ ചില ഓർമ്മകൾ അദ്ദേഹം എഴുതുകയാണ്. രണ്ടാമതായിട്ട് മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന് പറയുന്ന മാജിദ് എഴുതിയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് അതിന് ശേഷം പഠിക്കാനുള്ളത്. തുടർന്ന് വൺ മോർ പോയം ഈസ് ദർ. ദ ടൈറ്റിൽ ഈസ് ബ്ലോയിങ് ഇൻ ദി വിൻഡ്. ദ റൈറ്റർ ഈസ് ബോബ് ഡിലൻ എഴുതിയിട്ടുള്ള ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന ഒരു പോയമാണ് ഈ യൂണിറ്റ് 2 അടങ്ങിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. അതിനു മുമ്പ് ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ള ഫിലിമുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫേവറേറ്റ് മൂവീസ് ഏതെല്ലാമാണ്, നിങ്ങൾ കണ്ട മൂവികളുടെ പേരുകൾ എഴുതാൻ, റാങ്ക് അടിസ്ഥാനത്തിൽ എഴുതാൻ, നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാനുണ്ട്. സ്കൂളുകളിൽ നിങ്ങൾ ഏതെല്ലാം മൂവികളാണ് കാണാറുള്ളത്, ഇങ്ങനെ ചില ചോദ്യങ്ങൾ ഫസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. തുടർന്ന് വി ക്യാൻ സീ ദ പിക്ചേഴ്സ് ഓഫ് 3 ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫിലിം ഡയറക്ടർ. ഇവരെ 3 പേരുകളെ നമുക്കറിയാവുന്നവരാണ്. ഫസ്റ്റ് ചാർലി ചാപ്ലിൻ, സെക്കൻഡ് വൺ ഈസ് അഖിറ കുറോസോവ, ആൻഡ് തേർഡ് വൺ ദ ഫേമസ് മലയാളം ഡയറക്ടർ അടൂർ ഗോപാലകൃഷ്ണൻ. ഇവിടെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഇവയിൽ ആരെങ്കിലും ഒരാളെക്കുറിച്ച് ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതി വെക്കണം. 3 പേരുണ്ട്. ഏതെങ്കിലും ഒരാളെക്കുറിച്ച് ഒരു പാരഗ്രാഫ് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കേണ്ടതാണ്. നെക്സ്റ്റ് നമുക്ക് ആദ്യ പാഠഭാഗത്തേക്ക് കടക്കാം. ടൈറ്റിൽ പ്രോജക്റ്റ് ടൈഗർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യജിത് റേ ആണ് ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ലേഖനം എന്നൊക്കെ പറയാം. അദ്ദേഹം ഒരു ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കറാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹം ഈ പ്രോജക്റ്റ് ടൈഗർ എന്നുള്ള ഈ പാഠഭാഗത്ത് വിശദീകരിക്കുന്നത്. നമുക്കാദ്യം സത്യജിത് റേയുടെ പ്രൊഫൈൽ ഒന്ന് വായിച്ചു നോക്കാം. ഓൾ ഓഫ് യു ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ്. ദ പ്രൊഫൈൽ ഓഫ് സത്യജിത് റേ. 1921 to 1992. He was born in 1921, died in 1992. He was an Indian filmmaker. Ray was drawn into independent filmmaking after meeting French filmmaker Jean Renoir and viewing Vittorio De Sica's Italian neorealist 1948 film Bicycle Thieves. Ray directed 36 films, including features films, documentaries, and short films.
He was also a fiction writer, publisher, illustrator, calligrapher, music composer, and film critic. He has also authored several short stories and novels. ഒരു ഇന്ത്യൻ ഫിലിം മേക്കറാണ് സത്യജിത് റായ്. അദ്ദേഹം 36 ഫിലിമുകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്നതൊക്കെ സത്യജിത് റായുടെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഫിക്ഷൻ റൈറ്ററാണ്, നോവലിസ്റ്റാണ്, പബ്ലിഷറാണ്, ഇല്ലസ്ട്രേറ്ററാണ്, കാലിഗ്രഫറാണ്, മ്യൂസിക് കമ്പോസറാണ്, ഒരു ഫിലിം ക്രിട്ടിക്കുമാണ്. ക്രിട്ടിക് മീൻസ് നിരൂപകനാണ്, സിനിമാ നിരൂപകനും കൂടെയാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ പാരഗ്രാഫിലേക്ക് വരാം. യു ലിസൺ. ഫസ്റ്റ് പാരഗ്രാഫ്. No one can beat Hollywood when it comes to making films with animals in them. I remember films in my childhood, and there were quite a few of them that had an Alsatian called Rin Tin Tin. This dog's acting was more impressive than a humans later. We got to see 3 or 4 others films with a collie called Lassie. It seemed that the director could make Lassie do just about anything. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film stars got. Their owners could easily make as much as 100,000 rupees from just one film. കുട്ടികളെ, ഞാനിനി ഓരോ വരികൾ വായിച്ചുകൊണ്ട് അതിൻ്റെ മീനിങ്ങൾ പറയുകയാണ്. നിങ്ങൾ നോട്ട്ബുക്ക് കയ്യിൽ വേണം, പേന കയ്യിൽ വേണം. പ്രധാനപ്പെട്ട വേർഡ് മീനിങ്സുകൾ നിങ്ങൾ ഉടനെ തന്നെ എഴുതി വെക്കണം. No one can beat Hollywood when it comes to making films with animals in them. സത്യജിത് റേ പറയാണ്, ഒരാൾക്കും ഹോളിവുഡിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ പരാജയപ്പെടുത്താൻ അർത്ഥമാണ്, അല്ലെങ്കിൽ തകർക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാം. എന്തുകൊണ്ട്? when it comes to making films with animals in them. അവരുടെ ഫിലിമിൽ ആനിമൽസിനെ കൊണ്ടുവന്നിട്ട് അവർ അഭിനയിപ്പിക്കുകയാണെങ്കിൽ ഹോളിവുഡിനെ തകർക്കാൻ വെല്ലാൻ ആരുമില്ല. നെക്സ്റ്റ് ലൈൻ. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലത്തെ ചില ഫിലിമുകൾ ഞാൻ ഓർക്കുകയാണ്. ആൻഡ് ദർ വർ ക്വൈറ്റ് എ ഫ്യൂ ഓഫ് ദം. അതിൽ ചിലത് ദാറ്റ് ഹാഡ് ആൻ അൽസേഷ്യൻ കാൾഡ് റെയിൻ ടിൻ ടിൻ. അതിൽ റെയിൻ ടിൻ ടിൻ എന്നു പേരുള്ള ഒരു അൽസേഷ്യൻ ഡോഗ് അതിൽ അഭിനയിച്ചിരുന്നു. ഞാൻ പണ്ട് കണ്ടൊരു സിനിമയിലുണ്ടായിരുന്നു. ദിസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ ഹ്യൂമൻസ്. ഈ നായയുടെ അവതരണം, ആക്ടിങ് മോർ ഇംപ്രസീവ്, കൂടുതൽ നമ്മളെ ഇംപ്രസീവ് ചെയ്യിപ്പിക്കുന്നതാണ്, മതിപ്പുളവാക്കുന്നതാണ്, ദാൻ ഹ്യൂമൻ, മനുഷ്യന്മാരെക്കാൾ. ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 അതർ ഫിലിംസ് വിത്ത് എ കോളി കോൾഡ് ലാസി. പിന്നെ ലാസി എന്ന് വിളിക്കുന്ന ഒരു നായ അഭിനയിക്കുന്ന 1-2 ഫിലിമുകളൊക്കെ 3 or 4 others films. It seemed that the director could make Lassie do just about anything. റേ പറയാണ്, ആ ഫിലിം കണ്ടാൽ ആ ഡയറക്ടർ ഇതിനെ ഈ ലാസിയെ എല്ലാം ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചതുപോലെ തോന്നും. ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്. ദീസ് ട്രെയിൻഡ് ഡോഗ്സ് were ഫേമസ്. ഈ ട്രെയിൻഡ് ഡോഗ്സ് were ഫേമസ്, ഇവരൊക്കെ വല്ല പ്രസിദ്ധരായിരുന്നു, ഫേമസ് സ്റ്റാർസ് ഇൻ their own right. ആൻഡ് ദ മണി ദേ ഏൺഡ് വാസ് നോ ലെസ് ദാൻ. അവർ നേടിയ പണം ഒട്ടും കുറവായിരുന്നില്ല. ദർ വാസ് നോ ലെസ് ദാൻ വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്. ഒരു യഥാർത്ഥ ഫിലിം സ്റ്റാർക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന് ഓൾക്ക് കിട്ടിയ പണം ഒട്ടും കുറവായിരുന്നില്ല. ദെയർ ഓണേഴ്സ് കുഡ് ഈസിലി മേക്ക് എ സച്ച് ആസ് 100,000 rupees ഫ്രം ജസ്റ്റ് വൺ ഫിലിം. അവരെ ഓണേഴ്സ് അറിയാലോ, ഓണർ എന്നല്ലോ അവരെ മുതലാളിമാർക്ക്, ഈ നായകളുടെ മുതലാളിമാർക്ക് അവർക്ക് ഈസിലി അവർക്ക് പെട്ടെന്ന് കിട്ടിയിരുന്നു. ആസ് മച്ച് ആസ് 100,000 rupees ഫ്രം ജസ്റ്റ് വൺ ഫിലിം. ഒരു ഫിലിമിൽ നിന്ന് തന്നെ ലക്ഷങ്ങളോളം അവർക്ക് കിട്ടിയിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ്. I realized how reverently these animals actors were treated when I happened to see the shooting of a film
20 years ago in Disney studio in Hollywood. The main character in this film was a large dog. I reached the studio to find that the shooting had not yet started. The cameraman was getting the lights ready. It is customary for actors to be present when the lights are arranged, for they have to show the cameraman how they will walk or where they will stand in a particular shot. In the case of a very famous stars, this job is done by their stand-in. A stand-in is usually a person who is physically similar to the real star. The stars themselves arrived only when the lights are ready and it is time to take a shot. സെക്കൻഡ് പാരഗ്രാഫ് സത്യജിത്ത് പറയുകയാണ്, ഐ റിയലൈസ്ഡ്, ഞാൻ തിരിച്ചറിഞ്ഞു, ഹൗ റെവറൻ്റ്ലി എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടെ, റെസ്പെക്റ്റ്ഫുള്ളി, ഹൗ റെവറൻ്റ്ലി ദീസ് ആനിമൽ ആക്ടേഴ്സ് വർ ട്രീറ്റഡ് when I happened to see the shooting of a film 20 years ago in Disney studio in Hollywood. ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കവിടെ കാണാനിടയായി. എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരു ഷൂട്ടിംഗ് സമയത്ത്, ഫിലിമിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് എത്ര ബഹുമാനത്തോടെയാണ് ഈ അനിമൽ ആക്ടേഴ്സിനോട് അവിടെ പെരുമാറുന്നത് എന്ന് എനിക്ക് കാണാൻ സാധിച്ചു. The main characters in this film was a large dog. സത്യജിത്ത് ആ സ്റ്റുഡിയോ സന്ദർശിച്ച സമയത്ത് അവിടെ ഫിലിം ഷൂട്ട് ചെയ്യാണ്. അതിലുള്ള മെയിൻ ക്യാരക്ടർ വാസ് എ ലാർജ് ഡോഗ്, ഒരു വലിയ ഡോഗായിരുന്നു. ഐ റീച്ച്ഡ് ദ സ്റ്റുഡിയോ ടു ഫൈൻഡ് ദാറ്റ് ദ ഷൂട്ടിംഗ് ഹാഡ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ സ്റ്റുഡിയോയിലെത്തിയ സമയത്ത് അവിടെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടില്ല. ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. ക്യാമറാമാന് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്നോണം അവിടെ ക്യാമറകളൊക്കെ ലൈറ്റ്സുകളൊക്കെ റെഡിയാക്കുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ്. കസ്റ്റമറി എന്നാൽ പതിവായിരിക്കുക, ഹാബിറ്റ്സ് എന്നൊക്കെ പറയാം, ഹാബിറ്റ്സ്. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്. ലൈറ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ ആക്ടേഴ്സ് പ്രസൻ്റ് ആകുക എന്നുള്ളത് അവിടുത്തെ ഒരു ഹാബിറ്റാണ്. അങ്ങനെ വേണം. എവിടേക്കാണിത്, ഇവിടെ മൂവ്മെൻറ്റ് എങ്ങോട്ടൊക്കെയാണ് വരിക, അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് ക്യാമറ റെഡിയാക്കി വെക്കണം എന്നൊക്കെ അറിയാൻ ആക്ടേഴ്സ് നേരത്തെ അവിടെ എത്തണം. ഫോർ ദേ ഹാവ് ടു ഷോ ദ ക്യാമറാമാൻ ഹൗ ദേ വിൽ വാക്ക്. ക്യാമറാമാൻ കാണിച്ചു കൊടുക്കാൻ എങ്ങനെയൊക്കെയാണ് നടക്കുക, ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് നടക്കുക, അതിനനുസരിച്ച് അദ്ദേഹത്തിന് ക്യാമറ സെറ്റ് ചെയ്യണം. ഓർ വേർ ദേ വിൽ സ്റ്റാൻഡ്, അല്ലെങ്കിൽ എവിടെയാണ് അവർ നിൽക്കുക, അവിടെ നിൽക്കുന്ന സമയത്ത് എവിടെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ക്യാമറാമാൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആക്ടേഴ്സ് അവിടെ എത്തിയിരിക്കണം. ഇൻ എ പെർട്ടിക്കുലർ ഷോട്ട്, ചില ഷോട്ടുകളിൽ. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, പക്ഷേ ഫേമസ് സ്റ്റാർസിൻ്റെ കേസിൽ, അതായത് വല്ല പ്രസിദ്ധരായ ചില ഹീറോസൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ കാര്യങ്ങളിൽ ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദെയർ സ്റ്റാൻഡിൻ. ഈ ജോലി ചെയ്യൽ ആരാണ്? ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദെയർ സ്റ്റാൻഡിൻ. അവരെ പകരക്കാരാണ്. സ്റ്റാൻഡിൻ എന്ന് പറഞ്ഞാൽ പകരക്കാർ. അതായത് അവർ ഭയങ്കര തിരക്കുള്ള ആളുകളായിരിക്കും, ബിസിയുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരെ പോലെയുള്ള, അവരെ സ്റ്റാൻഡിനായി നിയോഗിച്ച ആളുകളാണ്. എ സ്റ്റാൻഡിൻ, ഇനി ആരാണ് സ്റ്റാൻഡിൻ എന്ന് പറയുന്നു? എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹൂ ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. അതായത് യഥാർത്ഥത്തിൽ അഭിനയിക്കേണ്ട സ്റ്റാറിനോട് തുല്യമായ, സിമിലറായ, സാമ്യമുള്ള. എങ്ങനെ സാമ്യമുള്ള? ഫിസിക്കലി അയാളോട് തുല്യമായിട്ടുള്ള, ശാരീരികമായി അയാളോട് സാമ്യമായിട്ടുള്ള ഒരാളാണ് സ്റ്റാൻഡിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രമുഖ കഥാപാത്രങ്ങളുണ്ട് ഓരോ സിനിമയിലും, അവരതേ ഡ്യൂപ്പുകൾ എന്നൊക്കെ പറയും. അവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. ദ സ്റ്റാർസ് ദംസെൽവ്സ് അറൈവ് ഓൺലി വെൻ ദ ലൈറ്റ്സ് ആർ റെഡി ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട്. ക്യാമറ ഒക്കെ റെഡിയായി, ലൈറ്റ്സൊക്കെ റെഡിയായി, ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ആര് വരിക? ഈ മെയിൻ സ്റ്റാർ, ദ ഫേമസ് സ്റ്റാർ അവിടെ വരുള്ളൂ എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്.
Now let us go to the third paragraph. I think all of you listen very carefully. Ready? Okay. The third paragraph. Here in Disney studio, I noticed that a few actors were moving about in the set, and on one side, standing quietly, was the protagonist, the same large dog. The cameraman shouted to everyone to take their position, but the dog remained where it was. This puzzled me. Could it be that it was not required in the next shot? സത്യജിത്ത് അദ്ദേഹം ഹോളിവുഡിലുള്ള ഡിസ്നി സ്റ്റുഡിയോ സന്ദർശിച്ച ആ സമയത്ത് കണ്ട ഒരു ഫിലിം ഷൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയാണ്, അങ്ങനെ ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചു, ശ്രദ്ധിക്കുക, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ദാറ്റ് എ ഫ്യൂ ആക്ടേഴ്സ് വർ മൂവിങ് അബൌട്ട് ഇൻ എ സെറ്റ്. കുറച്ച് ആളുകൾ ഇങ്ങനെ അവിടെയുള്ള ആക്ടേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവിങ് ഇൻ ദ സെറ്റ്, അതായത് ആ ഫിലിംസ് അല്ലെങ്കിൽ സിനിമ സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ, ആൻഡ് ഓൺ വൺ സൈഡ് ഒരു ഭാഗത്ത് സ്റ്റാൻഡിങ് ക്വയറ്റ്ലി ശാന്തമായി ക്വയറ്റ്ലി വാസ് ദ പ്രൊട്ടഗനിസ്റ്റ് മീൻസ് പ്രധാന കഥാപാത്രം, ദ മെയിൻ ക്യാരക്ടർ, ദ ഹീറോ എന്നൊക്കെ പറയാം. വാസ് ദി പ്രൊട്ടഗനിസ്റ്റ്, ദ സെയിം ലാർജ് ഡോഗ്. നേരത്തെ ആ വലിയ നായ, ആ പ്രധാന കഥാപാത്രമായ നായ, ആ ഡോഗ് അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ശാന്തമായിരിക്കുന്നുണ്ട്. ദ ക്യാമറാമാൻ ഷൗട്ടഡ് ടു എവരി വൺ ടു ടേക്ക് ദെയർ പൊസിഷൻസ്. ക്യാമറാമാൻ എല്ലാവരോടും ഷൗട്ട് ചെയ്തു, എല്ലാവരും ഓരോ പൊസിഷൻ എടുക്കൂ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ബട്ട് ദി ഡോഗ് റിമെയിൻഡ് വേർ ഇറ്റ് വാസ്. അറ്റ് ദ സെയിം ടൈം അവർ ഡോഗ് റിമെയിൻഡ് വേർ. എവിടെയായിരുന്നു ആ ഡോഗ് ഉള്ളത്, അവിടെ ആ ഡോഗ് ഇങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ്. റിമൈൻഡ് എന്നാൽ അങ്ങനെ അവശേഷിക്കുക എന്നൊക്കെ പറയാം, അവശേഷിക്കുക, അവിടെ നിൽക്കുക. ദിസ് പസിൽഡ് മീ, ഇതെന്നെ അത്ഭുതപ്പെടുത്തി. സത്യജിത്ത് പറയാണ്, ഇതെന്നാകെ ആശ്ചര്യപ്പെടുത്തി. പസിൽഡ് മീ, എന്താ ആശ്ചര്യപ്പെടുത്തിയത്? ഈ എല്ലാവരും അവരെ പൊസിഷനൊക്കെ എടുത്ത് വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഡോഗ് മാത്രം അവിടെ ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. ദിസ് പസിൽഡ് മീ. കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്? അപ്പോൾ സത്യജിത്തേക്ക് സംശയം. കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ആണ് ആവശ്യം വരിക, ആവശ്യം. ഇൻ ദ നെക്സ്റ്റ് ഷോട്ട് അടുത്ത ഷോട്ടിൽ ഈ ഡോഗിന് ആവശ്യം ഉണ്ടാവില്ലേ എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം വളരെ ക്യൂരിയസോട് കൂടിയിട്ട് ഇങ്ങനെ ഇത് കാണാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. ഫോർത്ത് പാരഗ്രാഫ്. ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ, എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. Then, to my perfect amazement, the dwarf went down on all the focus on a chalk mark on the floor, just like an animal, and the dog skin was draped over him. Then he crawled from one mark to another, and the cameraman got busy with the lights. It finally dawned upon me that this dwarf was paid to be the dog's standing. Fourth paragraph. Before I could ask someone, ഇയാൾ ആരോടൊക്കെ അങ്ങനെ ചോദിക്കാൻ ആഗ്രഹിച്ചു. അതിന് മുമ്പേ ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ, എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. അവിടെ ഒരു വിചിത്രമായ സംഭവം അവിടെ സംഭവിക്കുകയാണ്. എ സ്ട്രേഞ്ച് തിങ്, ഒരു അപരിചിതമായ സംഭവം അവിടെ സംഭവിച്ചു. ഫ്രം നോവർ അപ്പിയർഡ് എ ലിറ്റിൽ, എവിടുന്നോ ഒരു ലിറ്റിൽ ഡ്വാർഫ്, ഒരു ചെറിയ കുള്ളൻ എന്ന് പറയില്ല നമ്മൾ സർക്കസിലൊക്കെ ഉണ്ടാകുന്ന ഡ്വാർഫ്, അവിടെ കുള്ളനായ ഒരാളവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ഫോളോവഡ് ബൈ അനദർ മാൻ ക്യാരിയിങ് എ ഹെയറി ഡോഗ് സ്കിൻ. തുടർന്ന് ഒരാൾ വരികയാണ്. എങ്ങനത്തെ ആളാണ്? എ മാൻ ക്യാരിയിങ് എ ഹെയറി ഡോഗ് സ്കിൻ. ഒരു ഡോഗിൻ്റെ, അതായത് രോമാവൃതമായ, ഹെയറി എന്നാൽ രോമാവൃതമായിട്ടുള്ള രോമങ്ങളുള്ള, ഡോഗ് സ്കിൻ ഒരു നായയുടെ തൊലി ഒക്കെ മുകളിലൂടെ പുതച്ചുകൊണ്ട് ഒരാൾ അതിലെങ്ങനെ വരികയാണ്. ദെൻ ടു മൈ പെർഫെക്റ്റ് അമേസ്മെൻറ്റ്, പൂർണ്ണമായും പെർഫെക്റ്റ് അമേസ്മെൻറ്റ്, എന്നെ ആകെ ആശ്ചര്യപ്പെടുത്തി.
The dwarf went down on all the fours on a chalk mark on the floor just like an animal. അതെന്ത് ചെയ്തു? ഇങ്ങനെ 4 കാലിൽ ഇങ്ങനെ കയ്യും കാലും ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു അനിമൽ പോകുന്നത് പോലെ അവിടെ ചോക്ക് മാർക്ക് ചെയ്യുക. ആ മാർക്കിലൂടെ ഇങ്ങനെ കൃത്യമായി നടന്നു പോവാണ്. എങ്ങനെ ആ കുള്ളം പോകുന്നത്? ജസ്റ്റ് ലൈക്ക് ആൻ അനിമൽ, ഒരു അനിമലിനെ പോലെ. ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രേപ്ഡ് ഓവർ ഹിം. ആ പോകുമ്പോൾ അത് മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ആകെ മൂടിയിട്ടുണ്ട്. ഡ്രേപ്ഡ് എന്നാൽ കവർ ചെയ്യുക, മൂടുക. എന്തുകൊണ്ട്? ഡോഗ് സ്കിന്നുകൊണ്ട്. നായയുടെ, അപ്പം നായയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഒരു ഡോഗാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യണത് ആരാണ്? ഒരു മനുഷ്യനാണ്. ദെൻ ഹീ ക്രൗൾഡ് ഫ്രം വൺ മാർക്ക് ടു അനദർ. പിന്നെ എന്ത് ചെയ്യും? ഒരു മാർക്കിൽ നിന്ന് മറ്റേ മാർക്കിലേക്ക്, ഒരടയാളത്തിൽ നിന്ന് മറ്റേ അടയാളത്തിലേക്ക് അതിങ്ങനെ ഇഴഞ്ഞു പോകും. ദെൻ ഹീ ക്രൗൾഡ് ഫ്രം വൺ മാർക്ക് ടു അനദർ. ആൻഡ് ദ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ലൈറ്റ്. ഈ സമയത്ത് ക്യാമറാമാൻ എന്താണ്? ബിസി വിത്ത് ലൈറ്റ്. അയാൾ ലൈറ്റിൽ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ലൈറ്റ്സ്. ഇറ്റ് ഫൈനലി ഡൗൺഡ് അപ്പോൺ മീ. പെട്ടെന്ന് എനിക്ക് ഇറ്റ് ഫൈനലി ഡൗൺഡ് അപ്പോൺ മീ. എനിക്കെന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ ഡൗൺ മീൻസ് പ്രത്യക്ഷപ്പെടുക, അപ്പിയർ എന്നൊക്കെ അർത്ഥമാണ്. ഇറ്റ് ഫൈനലി ഡൗൺ അപ്പോൺ മീ ദാറ്റ്, എനിക്ക് പെട്ടെന്ന് തന്നെ ബോധ്യപ്പെട്ടു, ദാറ്റ് ദിസ് ഡോർഫ് വാസ് പെയ്ഡ് ടു ബി ദ ഡോഗ് സ്റ്റാൻഡിൻ. ഈ ഡോർഫിന്, ഈ നായയുടെ പകരക്കാരനായി വന്ന ആളാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിന് പെയ്ഡ് ചെയ്യുന്നുണ്ട്, പണം കൊടുത്താണ്ട് കൊണ്ടുവന്നതാണ്. അതായത് ഇവിടുത്തെ പ്രധാന കഥാപാത്രം ആരാണ്? ദ ലാർജ് ഡോഗ്. ഈ ഡോഗിന് പകരമായിട്ടാണ് ആരെ കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ഡോർഫിനെ, ഈ കുള്ളനായ മനുഷ്യനെ കൊണ്ടുവന്നിട്ടുള്ളത്. അത്രയും പ്രാധാന്യമാണ് പ്രധാന കഥാപാത്രങ്ങൾക്ക് ഒരു ഫിലിമിലുള്ളത് എന്നുള്ളത് കൂടെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി 4 പാരഗ്രാഫ് നമ്മൾ അവസാനിച്ചു. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്കടുത്ത വീഡിയോയിൽ നൽകുന്നതാണ്. ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഭാഗങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കേണ്ടതാണ്. ഇനി ഇതിലുള്ള ചില ചോദ്യങ്ങളുടെ ഒന്ന് വായിച്ചതിൻ്റെ മീനിങ് ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡു യു നോ ദാറ്റ് എ പാരഗ്രാഫ് നോർമലി കണ്ടെയ്ൻസ് എ ടോപ്പിക് സെൻറ്റൻസ് ഇൻ ഇറ്റ്? ഒരു പാരഗ്രാഫ് സാധാരണ ടോപ്പിക് സെൻറ്റൻസ് ആയിട്ടുണ്ടാവും, ഒരു പ്രധാന പോയിൻ്റ് ഉള്ള സെൻറ്റൻസ് ആയിരിക്കും. ഉദാഹരണമായിട്ട് ഫസ്റ്റിലുള്ളതിൽ പാരഗ്രാഫിൽ വരുന്നത് ഇതൊരു ഷൂട്ട് എ ഫിലിം യൂസിങ് എ ടൈഗർ എന്നുള്ളതാണ് പ്രധാന. അതായത് ഒരു ടൈഗറെ ഉപയോഗിച്ചുള്ള ഒരു ഫിലിമിൻ്റെ ഭാഗം ഷൂട്ട് ചെയ്യുന്നതാണ് പ്രധാന പോയിൻ്റ്. അതിനെ വിശദീകരിച്ചിട്ടാണ് ബാക്കിയുള്ള പോയിൻറ്റ്സുകളൊക്കെ വരുന്നത്. അതാണ് ടോപ്പിക് സെൻറ്റൻസ് എന്നൊക്കെ പറയുന്നത്. ഓരോ പാരഗ്രാഫ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ പ്രധാന ഒരു സംഭവം അതിലുണ്ടാവും. ദാറ്റ് ഈസ് ടോപ്പിക് സെൻറ്റൻസ്. ഇറ്റ് ഈസ് ജനറൽ ഇൻ നേച്ചർ ആൻഡ് ക്യാൻ ബി എനിവേർ ഇൻ ദി പാരഗ്രാഫ്. പാരഗ്രാഫിൽ ഏത് ഭാഗത്തും ഇത് വരാം. ദ അതർ സെൻറ്റൻസ് ഈസ് ഇൻ ദ പാരഗ്രാഫ് സപ്പോർട്ട്, പ്രൂവ്, ഗീവ് എക്സാമ്പിൾ ആൻഡ് പ്രസൻറ്റ് അഡീഷണൽ ഇൻഫർമേഷൻ ഓൺ ദി ടോപ്പിക് സെൻറ്റൻസ്. പിന്നെ ആ പാരഗ്രാഫിൽ വരുന്ന മറ്റു ഭാഗങ്ങളൊക്കെ ആ സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിന് തെളിവുകൾ നൽകാൻ, അതിന് എക്സാമ്പിൾ നൽകാനൊക്കെ ഉള്ള അഡീഷണൽ ഇൻഫർമേഷനാണ് പിന്നെ ആ പാരഗ്രാഫിൽ വരുന്ന സംഭവങ്ങളൊക്കെ. അപ്പം എല്ലാ പാരഗ്രാഫും ഒരു ടോപ്പിക് പോയിൻ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളോട് പറയുകയാണ് ഐഡൻറ്റിഫൈ ദ ടോപ്പിക് സെൻറ്റൻസ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഈ ആദ്യ പാരഗ്രാഫിലുള്ള ടോപ്പിക് സെൻറ്റൻസ് എന്താണ് എന്നാണ് ചോദ്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിലുള്ള ടോപ്പിക് സെൻറ്റൻസ് ഒരു ഷൂട്ട് ചെയ്യുന്നതാണ്, കടുവയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫിലിം ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിലുള്ള ടോപ്പിക് സെൻറ്റൻസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ്, ഹൗ മെനി എക്സാമ്പിൾസ് ആർ ഗിവൺ ടു സപ്പോർട്ട് ദ ടോപ്പിക് സെൻറ്റൻസ്? വാട്ട് ആർ ദേ? എത്ര എക്സാമ്പിൾസാണ് ഈ ടോപ്പിക് സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ നൽകിയിട്ടുള്ളത്? ഏതെല്ലാമാണ് ആ എക്സാമ്പിൾസ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡസ് ദ സെക്കൻഡ് പാരഗ്രാഫ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടോപ്പിക് സെൻറ്റൻസ്? രണ്ടാമത്തെ പാരഗ്രാഫ് എന്തെങ്കിലും ഒരു ടോപ്പിക് സെൻറ്റൻസ് അവിടെ പറയുന്നുണ്ടോ? ഇഫ് നോട്ട്, വാസ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് ദ ആനിമൽസ് ആക്ടേഴ്സ് ഓഫ് ഹോളിവുഡ് ഡു യു ഗെറ്റ് ഫ്രം ദിസ് പാരഗ്രാഫ്? അല്ലെങ്കിൽ വാട്ട് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽ, ഇഫ് നോട്ട് എന്നാൽ അല്ലെങ്കിൽ വാട്ട് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് ദ ആനിമൽ ആക്ടേഴ്സ് ഹോളിവുഡ് ഡു യു ഗെറ്റ് ഫ്രം ദിസ് പാരഗ്രാഫ്? അല്ലെങ്കിൽ ഈ പാരഗ്രാഫിൽ നിന്ന് ഹോളിവുഡിലുള്ള ആനിമൽ ആക്ടേഴ്സിനെ കുറിച്ച് എന്തെല്ലാം ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ചിലപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫ് ആദ്യത്തെ പാരഗ്രാഫിൻ്റെ വിശദീകരണമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. അടുത്തത്, വാട്ട് അഡീഷണൽ ഇൻഫർമേഷൻ? എന്ത് അഡീഷണൽ ഇൻഫർമേഷനാണ്? അതായത് ഇൻഫർമേഷൻ എന്ന വിവരം, അഡീഷണൽ എന്നുള്ള അധികമായിട്ടുള്ള
എന്ത് അധികമായിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഡു യു ഗെറ്റ് അബൌട്ട് സ്റ്റാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് കൂടുതൽ വിവരങ്ങളാണ് കിട്ടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡിൻ പകരക്കാരൻ, അയാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഒരു 2-3 സെൻറ്റൻസിൽ നിങ്ങളത് എഴുതി വെക്കാം. വാട്ട് ഈസ് ദ പസിലിംഗ് ഇൻസിഡൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ പാരഗ്രാഫ് 3? മൂന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവമുണ്ട്. ഇൻസിഡൻ്റ് എന്ന സംഭവം ഒരു പസിലിംഗ് ഇൻസിഡൻ്റാണ്, ഒരു അത്ഭുതപ്പെടുത്തുന്ന ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. എന്തായിരുന്നു ആ സംഭവം? അതിൽ വിവരിച്ച വാട്ട് ഈസ് ദ പസിലിംഗ് ഇൻസിഡൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ പാരഗ്രാഫ് 3. പാരഗ്രാഫ് 3ൽ വിശദീകരിച്ച ആ സംഭവം എന്തായിരുന്നു? നമുക്കറിയാം. വിച്ച് ഇൻസിഡൻറ്റ് ഷോ ദാറ്റ് ദ അനിമൽ ആക്ടേഴ്സ് ഇൻ ഹോളിവുഡ് വർ ട്രീറ്റഡ് വിത്ത് റെവറൻസ്? വിച്ച് ഇൻസിഡൻറ്റ്, ഏത് സംഭവമാണ് ഷോസ് കാണിക്കുന്നത് ദാറ്റ് ദ അനിമൽ ആക്ടേഴ്സ് ഇൻ ഹോളിവുഡ്, അതായത് അനിമൽ ആക്ടേഴ്സൊക്കെ ഹോളിവുഡിൽ വേർ ട്രീറ്റഡ് വിത്ത് റെവറൻസ്, ബഹുമാനത്തോടു കൂടിയാണ് അവരെ ട്രീറ്റ് ചെയ്തത്, അവരോട് പെരുമാറിയിട്ടുള്ളത് എന്ന് കാണിക്കുന്ന ഏത് സംഭവമാണ് നിങ്ങൾക്കതിൽ കാണുന്നത്? അതെല്ലാം നമ്മൾ വിശദമായിട്ടിപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇത്രയാണ് നമ്മുടെ 4 പാരഗ്രാഫിൽ വരെയുള്ള പാഠഭാഗങ്ങളിൽ ഇവിടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. സാധാരണ പലപ്പോഴും കുട്ടികൾ വിക്ടേഴ്സ് ചാനലിൽ എടുക്കുന്ന ക്ലാസ്സുകൾ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഓരോ ഭാഷകളും ആ ഭാഷയിലാണ് ക്ലാസ് എടുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പോഴേ നമുക്ക് കൂടുതൽ ആ ഭാഷയെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാനോ അറിയാനൊക്കെ സാധിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഇപ്പോഴും 10ാം ക്ലാസ്സിലെത്തിയതിന് ശേഷവും നമുക്ക് ഇംഗ്ലീഷ് പൂർണ്ണമായി പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. പക്ഷേ 10ാം ക്ലാസ് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് എന്ന നിലയ്ക്ക് നമുക്ക് വിജയിക്കുക എന്നുള്ളതും മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതും ഈ പാഠഭാഗം അറിഞ്ഞുകൊണ്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു മലയാളം പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മീനിങ്ങുകളൊക്കെ കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ സാധാരണ നമുക്ക് ഇംഗ്ലീഷിലുള്ള ക്ലാസ് കേട്ടാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോട്ട്സിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച 3 ഫിലിം ഡയറക്ടേഴ്സിനെ ഒരാളെക്കുറിച്ച് നിങ്ങൾ നോട്ട്സിൽ നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ഈ 4 പാഠഭാഗങ്ങളിൽ വിക്ടേഴ്സിൽ തന്നൊരു വർക്ക് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനായിരുന്നു. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്ന ക്വസ്റ്റ്യൻ, ഇൻ ഹോളിവുഡ് അനിമൽസ് ആക്ടേഴ്സ് വർ ട്രീറ്റഡ് റെവറൻ്റ്ലി ജസ്റ്റ് ലൈക്ക് ദ ഹ്യൂമൻ ആക്ടേഴ്സ്. നമ്മൾ നേരത്തെ ലാസ്റ്റ് വായിച്ച ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതാണ് തന്നിട്ടുള്ളത്. അതായത് ഹോളിവുഡിൽ ആനിമൽ ആക്ടേഴ്സിനെ വളരെ ബഹുമാനത്തോടു കൂടിയാണ്, അതായത് ഈ ഹ്യൂമൻ ആക്ടേഴ്സിനെ പോലെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അവരോട് പെരുമാറിയിരുന്നത്. എന്നിട്ട് പറയുന്നത് ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി പാസേജ്. ഈ നമ്മളിപ്പോൾ പഠിച്ച ഈ പാസേജിൻ്റെ ബേസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു പാരഗ്രാഫ് എഴുതുക, അതാണ് റൈറ്റപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം ആ സെൻറ്റൻസ് എഴുതുക എങ്ങനെ? ദ അനിമൽ ആക്ടേഴ്സ് ഇൻ ഹോളിവുഡ് ആർ ട്രീറ്റഡ് വെരി വെരി റെവറൻ്റ്ലി. എന്നിട്ട് നമ്മൾ ഈ പഠിച്ച ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അവിടെ അനിമൽസിനോട് ഹോളിവുഡിൽ പെരുമാറിയത് എന്നുള്ളത് നമ്മൾ നേരെ ഇങ്ങനെ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസുകൾ എഴുതുക. അപ്പോൾ അതൊരു പാരഗ്രാഫായി മാറും. അതാണ് റൈറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായി എഴുതി വെക്കണം. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്കടുത്ത പാഠഭാഗങ്ങളിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ പാഠഭാഗങ്ങളിലും കൂടെ വരുന്ന പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ, മീനിങ്ങുകൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെച്ച് അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് കുറേ സമയം നിങ്ങൾക്ക് പഠിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങളിത് ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും 4 പാരഗ്രാഫാണെങ്കിൽ ആ 4 പാരഗ്രാഫ് ഉൾക്കൊള്ളുന്ന, അതിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമ്മറി, ഒരു സംഗ്രഹം നിങ്ങൾ എഴുതി പഠിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് എസ്സേ എഴുതാനുണ്ടാവും,
ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ എടുത്ത ഭാഗത്തിൻ്റെ ടോട്ടൽ സമ്മറി ഒന്ന് ചുരുക്കി കുറഞ്ഞ സെൻറ്റൻസുകളെങ്കിലും എഴുതി വെച്ച് ശീലിക്കുന്നത് വളരെ നല്ലതാണ്. എങ്കിൽ നമുക്ക് ഏത് പാഠഭാഗവും സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കും. ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞ് നമ്മളിവിടെ ഈ പാഠഭാഗം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.